അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ സ്വഫ് കെട്ടുന്നത് അടുത്തായിരിക്കുക എന്നത് അങ്ങനെയൊന്നുമില്ല. അത് ആളും പാളൊക്കെ കൂടുന്ന നേരത്ത് അങ്ങനെ ചെറിയ പള്ളിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ പള്ളി തന്നെയാണ്, ധാരാളം ആളുകളുണ്ട്, അപ്പോഴൊക്കെയാണ് ഈ അടുത്തേക്ക് ആളുകൾ മനസ്സിലാക്കിയാൽ എന്താ പറയുക, മയ്യിത്ത് നിസ്കാരത്തിന് അടുത്ത് നിന്നെങ്കിലേ നിസ്കാരം ശരിയാവുള്ളൂ എന്നാ. അങ്ങനെയല്ല, സുജൂദ് ചെയ്യുന്ന സ്ഥാനത്തേക്ക് നോക്കൽ സുന്നത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ സാധാ സ്വഫിൽ നിൽക്കുമ്പോൾ തന്നെ നിന്നാൽ മതി എന്നാ. ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സുന്നത്തുകളാണ്. അപ്പോൾ 6 ഷർത്തുകളും 7 ഫർളുകളും ധാരാളം സുന്നത്തുകളും ഉള്ള ഒരു ഇബാദത്താണ് മയ്യിത്ത് നിസ്കാരം. വഅൻ യഅ്തിയ ഫി ദുആഇൽ മഅ്സൂറ മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ദുആയിൽ ഉള്ള ദുആകളാണ് കൊണ്ടുവരേണ്ടത്. വഅൻ യഖൂല ബഅദ റാബിഅ, 4ാമത്തെ തക്ബീറിന് ശേഷം പറയൽ സുന്നത്താണ്. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. നിർബന്ധമല്ല. 4ാമത്തെ തക്ബീറിന് ശേഷം ഒന്നും ചെല്ലൽ നിർബന്ധം ഇല്ല, സുന്നത്തായ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തഹ്രിംനാ അജ്റഹു, ഈ മയ്യിത്തിൻ്റെ മേൽ ഞങ്ങൾ നിസ്കരിച്ചതിൻ്റെയും അതുപോലെ തന്നെ ഈ മയ്യിത്തിൻ്റെ മേൽ ചെയ്ത ഒരുപാട് പരിപാലന കർമ്മങ്ങളുണ്ട്. കുളിപ്പിച്ചത്, കഫൻ ചെയ്തത് വലിയ പ്രതിഫല, ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് കുളിപ്പിച്ചാൽ കഫൻ ചെയ്താലൊക്കെ. ആ കൂലികളൊന്നും ഞങ്ങൾക്ക് നീ തടയരുതേന്നാ അതിൻ്റെ അർത്ഥം. വലാ തഫ്തിന്ന ബഅദഹു, ഈ മയ്യിത്ത് അയാളേതായാലും മരിച്ചല്ലോ, മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ആരെയും നീ ഫിത്നയിലാക്കരുത്, കുഴപ്പത്തിലാക്കരുത്. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ, വലഹു, ഈ മയ്യിത്തിനും നീ പുറത്തു തരണേ എന്ന അർത്ഥമുള്ള ദുആ ചൊല്ലൽ സുന്നത്താണ്. വഅൻ യുതവ്വില അദ്ദുആ ബഅദഹ, 4ാം തക്ബീറിന് ശേഷം ദുആ നീട്ടലും സുന്നത്താണ്. ബിഖദ്രി മാ അതാ ബിഹി ഫി സാലിസ, 3ാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു വഅഫു അൻഹു വആഫിഹി എന്ന് പറഞ്ഞ ദുആ. ആ ദുആഇൻ്റെ അളവിലുള്ള വേറെ ദുആയും ഇതിന് ശേഷം 4ാം തക്ബീറിന് ശേഷം കൊണ്ടുവരൽ സുന്നത്തുണ്ട്. വത്തസ്ലീമു മറത്തൈനി, സലാം വീട്ടൽ 2 പ്രാവശ്യമാണ്. ബി അക്മലി സലാമി, പരിപൂർണമായ സലാമാണ് കൊണ്ടുവരേണ്ടത്. വഹുവ, അതേതാണ് പരിപൂർണമായ സലാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതും സുന്നത്താണ്. വയുസന്നു ഫീഹൽ ജമാഅത്തു, മയ്യിത്ത് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. വഅൻ തകൂന, ആ ജമാഅത്ത് ആകൽ ഫിൽ മസ്ജിദി, പള്ളിയിൽ നിന്നും കൂടി ആകൽ സുന്നത്താകുന്നു. ഇൻഷാ അല്ലാഹ് അതവിടെ കഴിഞ്ഞു. ഇനിയും മയ്യിത്ത് നിസ്കാരങ്ങളെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇബാദത്ത് ചെയ്യാനും നല്ല പോലെ ഇതുപോലെയുള്ള അമലുകളൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഇൽമുകൾ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആ ഇൽമ് നമുക്ക് അല്ലാഹു തആല ഉപകരിപ്പിക്കുമാറാവട്ടെ. സന്തോഷത്തോടുകൂടെ നമ്മുടെ നാട്ടിലുള്ള വരാന്ത ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. വട്ടപ്പാടം ഭാഗത്താണ് ഇന്നത്തെ ക്ലാസ്. ആ ഭാഗത്തുള്ള എല്ലാവരും അതിൽ സംബന്ധിക്കണം. അതുപോലെ തന്നെ ഇന്നലെ നമ്മളെ വട്ടപ്പാടം കമ്പളക്കൽ അങ്ങാടി നടന്ന പരിപാടി, കുത്തുബിയത്തിൻ്റെ പരിപാടി വളരെ ഉഷാറായി എന്നറിഞ്ഞു. അതിലേക്ക് സഹകരിച്ച ആളുകൾക്കൊക്കെ അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ സ്ത്രീകളെ ക്ലാസ് ഇന്ന് ഉച്ചക്കുണ്ട് 2 മണിക്ക്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ബാബു ഇന്ന് അൽഹംദുലില്ലാഹ് ഒരു സംരംഭം തുടങ്ങുകയാണ്. അല്ലാഹു തആല വിജയിപ്പിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ അല്ലാഹ്
ഞങ്ങൾ തുടങ്ങുന്നതിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ പരിശ്രമങ്ങളും നിന്റെ തൃപ്തിക്ക് ഉതകുന്നതാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. നീ സകലം പുറത്തു തരണേ അല്ലാഹ്. ഈ മഹത്തായ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊരുപാട് ബറക്കാത്തുകൾ ഇറക്കി തരണേ അല്ലാഹ്. ഒരുപാട് നിഅ്മത്തുകൾ നീ ചെയ്തു തന്നതിന് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നലെയൊക്കെ ഒരുപാട് കല്യാണങ്ങൾ പലയിടങ്ങളിലും കഴിഞ്ഞു. കുടുംബങ്ങളിലൊക്കെ കുടുംബജീവിതത്തിലൊക്കെ നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ചവരെ നീ അറിഞ്ഞും അറിയാതെയും സഹായിക്കണേ അല്ലാഹ്. അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ വന്യരായ മശായിഖന്മാർ ഉസ്താദുമാർക്കൊക്കെ ദീർഘ ആയുസ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. ദീനീ ഖിദ്മയിലായി സഞ്ചരിക്കുന്ന ഒരുപാട് സാധാരണക്കാരും ആലിമീങ്ങളുമുണ്ട്. എല്ലാവർക്കും നീ ഹിഫ്ള് നൽകണേ അല്ലാഹ്. എല്ലാവിധ മാരകമായ രോഗങ്ങളും തൊട്ടും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നീ കാവൽ നൽകണേ അല്ലാഹ്. സാഹരീങ്ങളുടെ സിഹർ, ഐനീങ്ങളുടെ ഐനുമാക്രിയുടെ മക്കളിൽ നിന്ന് എപ്പോഴും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാടിനെയും നഗരത്തിനെയും നീ ബിദ്അകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ബിദ്അത്തില്ലാത്ത നാടാക്കി ഞങ്ങളുടെ നാടിനെ നീ മാറ്റണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.